താൽപര്യപൂർവ്വം പറയാനുള്ളത്, ഇരിക്കുന്ന ഓരോ ആളുകളും നമുക്കറിയാം, അഭിവന്ദനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സർവശക്തനായ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമുക്ക് നൽകിയ വരദാനമാണ് പാണക്കാട്ട് സാദാത്യങ്ങൾ. നമുക്കറിയാം, വർത്തമാന കാലഘട്ടത്തിൽ നമുക്കെല്ലാമെല്ലാമായി നമ്മുടെ മുന്നിൽ നമ്മളെ കാത്തു സംരക്ഷിക്കാൻ, നമുക്ക് മാർഗദർശിയായി വഴികാട്ടിയായി എല്ലാമെല്ലാമായി പാണക്കാട്ടെ അഭിവന്യനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിന് ഇവിടെ എത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് തിരക്കുകൾക്കിടയിലും വന്യരായ തങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി വളരെ ആദരപൂർവ്വം ബഹുമാന്യനായ തങ്ങളെ നമുക്കൊക്കെ വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ യോഗത്തിൽ പ്രാർത്ഥന നിർവഹിച്ചത് ബഹുമാന്യനായ ശൈഖുന റഈസുൽ ഉലമ ഉസ്താദ് കോയക്കുട്ടി മുസ്ലിയാർ ആനക്കര. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിന്റെ തുടക്കം മുതൽ ഇതിന്റെ പ്രഖ്യാപനം മുതൽ തറക്കല്ലിടൽ ഓരോ കർമ്മങ്ങളിലും കൂടെ വന്ന് മക്കളെ എവിടെ എത്തിയെന്ന് വളരെ സന്തോഷത്തോടെ ചോദിച്ചുകൊണ്ട് ഓരോ നിമിഷവും കൂടെ നിന്ന അഭിവന്യനായ ശൈഖ് ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടുകൂടെ ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമുക്കറിയാം, ആദരണീയനായ ഈ സംഘത്തിന്റെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് കൂടിയായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വന്യരായ തങ്ങൾ അവരുടെ അഭാവത്തിലും സ്വാഗതം ചെയ്യുകയാണ്. അതോടുകൂടെ വളരെ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ നമുക്കറിയാം മണ്ണാർക്കാട് പരിപാടിയുണ്ട്. അതിനൊക്കെ ഇടയിൽ നമ്മുടെ ഈ ചെറിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന അഭിവന്യനായ കേരളത്തിലെ ബഹുമാന്യനായ വ്യവസായ IT വകുപ്പ് മന്ത്രി, നമുക്കറിയാം ദളിത് വിഭാഗത്തിന്റെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ മർദ്ദിത ജനകോടികളുടെ ആശയും പ്രതീക്ഷയുമായ അഭിവന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള എല്ലാ തൗഫീഖും നൽകുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥലം MP-യും എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള എല്ലാ സംരംഭത്തിലും നമുക്ക് എല്ലാ അർത്ഥത്തിലും സഹായിയായി കൂടെ നിൽക്കുന്ന അഭിവന്യനായ ET മുഹമ്മദ് ബഷീർ സാഹിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും ശേഷിയും ക്ഷേമോഷിയും പ്രദാനം നൽകി ഈ സമുദായത്തിന് ഒരുപാട് കാലം നേതൃത്വം നൽകാനുള്ള എല്ലാ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടുകൂടെ ഇവിടെ എത്തിച്ചേർന്ന ജാമിഅ നൂരിയ അറബി കോളേജിന്റെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഷെയ്ഖുൽ ജാമി, ഞങ്ങൾക്ക് അഭിവന്യനായ ഉസ്താദ് ഷെയ്ഖുന ഉസ്താദ് കോയക്കുട്ടി മുസ്ലിയാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ബഹുഭാഷാ പണ്ഡിതനും എന്ന് മാത്രമല്ല സുന്നി യുവജന സംഘത്തിന്റെ സമുന്നതനായ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഷെയ്ഖുന ഉസ്താദ് അവർകളെയും വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടുകൂടി ഏതാനും നിമിഷങ്ങൾക്ക് നാം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ PK അബ്ദുർ റബ്ബ് സാഹിബ്, അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിനും എല്ലാ തൗഫീഖും നൽകുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹത്തിന്റെ അഭാവത്തിലും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതോടുകൂടെ നേരത്തെ ഇവിടെ വന്നുപോയി പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന ആദരണീയനായ KK തങ്ങൾ വെട്ടിച്ചിറ അവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നാം പ്രതീക്ഷിക്കുന്ന പ്രിയങ്കരനായ MLA സി മമ്മൂട്ടി സാഹിബ് അവർകളെയും സ്വാഗതം ചെയ്യുകയാണ്. സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറംഗം ആദരണീയനായ ഉസ്താദ് ഷെയ്ഖുന മരക്കാർ ഫൈസി വാണിയന്നൂർ ഉസ്താദ് അവർക്കും അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് എല്ലാ അർത്ഥത്തിലും നേതൃത്വം നൽകുന്ന ആദരണീയനായ ഉസ്താദ് UP മുഹമ്മദ് കുട്ടി മുസ്ലിയാർ മാത്തൂർ, വന്യരായ ഉസ്താദ് പ്രയാസത്തോടെ രോഗിയായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അല്ലാഹു എല്ലാ രോഗവും മാറി ഇനിയും ഒരുപാട് കാലം നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ബഹുമാന്യനായ ഹാജി K മുഹമ്മദ് ഫൈസി, പ്രിയങ്കരനായ P അബ്ദുൽ ഹമീദ് മാസ്റ്റർ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെയൊക്കെ നാട്ടുകാരൻ, എല്ലാ അർത്ഥത്തിലും എല്ലാ നല്ല സൽപ്രവർത്തനങ്ങളിലും കൂടെ നിൽക്കുന്ന ex-MP പ്രിയങ്കരനായ C ഹരിദാസ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ ചന്ദ്രനേട്ടനും വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ ഈ പ്രദേശത്തിന്റെ എല്ലാമെല്ലാമായ പ്രിയങ്കരനായ അഷ്റഫ് കോക്കൂർ അവർകളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. CP ബാബ ഹാജി അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എടപ്പാൾ ദാറുൽ ഹിദായ നേതൃരംഗത്ത് പ്രവർത്തിക്കുന്ന സുന്നി യുവജന സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായ പ്രിയങ്കരനായ PB മുഹമ്മദ് മൗലവി അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരനായ P ജ്യോതിബാസ്, E ബാലകൃഷ്ണൻ, അതുപോലെ NK ബാബ മുസ്ലിയാർ, അലവിക്കുട്ടി ഫൈസി, അബൂബക്കർ ഹാജി മാങ്ങാട്ടൂർ, മൊയ്തുണ്ണി ഹാജി എടപ്പാൾ, CK മുഹമ്മദ് ഹാജി BM, ഫാറൂഖ് തലാപ്പിൽ, CB മുഹമ്മദ് തണ്ടിലം, ഇങ്ങനെ അടക്കമുള്ള എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങളെയും ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടുകൂടെ ഇവിടെ പതാക ഉയർത്തൽ കർമ്മം നിർവഹിച്ച
സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമായുടെ ജില്ലാ മുശാവറ കൂടിയായ ആദരണീയ എന്റെ ഉസ്താദ്, വന്ദനായ ഉസ്താദ് ഷെയ്ഖുന എം വി ഇസ്മായിൽ മുസ്ലിയാർ, വന്ദനായ ഉസ്താദ് അവர்களെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സദസ്സിലും വേദിയിലും ഒത്തുചേർന്ന ഓരോ ആളുകളും ആദരണീയരാണ്. എല്ലാവരെയും പേര് പറയേണ്ടവരാണ്. നമ്മുടെ നേതാക്കളെല്ലാം വളരെ നേരത്തെ പോകാൻ ഉള്ളതുകൊണ്ട് സമയദൈർഘ്യം മൂലം ഞാൻ ഇനി ആരുടെയും പേര് പറയുന്നില്ല. എല്ലാവരെയും അർഹമായ എല്ലാ രീതിയിലും പൂർണ്ണമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അതോടുകൂടെ ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ നാട്ടുകാർ, ദിവസങ്ങളോളമായി കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ സഹപ്രവർത്തകർ, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനയോടെ വളരെ ആദരപൂർവ്വം അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى إبراهيم إنك حميد مجيد. സമാദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ സാരഥി ഷെയ്ഖുന ആനക്കര കൈക്കുട്ടി മുസ്ലിയാർ അവരുടെ, ബഹുവന്യരായ വ്യവസായ ടി വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇ ടി ബഷീർ സാഹിബ്, ആലിക്കുട്ടി മുസ്ലിയാർ, മാത്തൂരി, മറ്റ് ഇവിടെയുള്ള നമ്മുടെ മുശാവറ മെമ്പർമാർ, അതുപോലെ തന്നെ KKS പോലെയുള്ള നമ്മുടെ പല സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, മറ്റ് സഹോദരന്മാരെ, നാട്ടുകാർ, നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ തവനൂർ കാരടി കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ രൂപീകരിച്ച ഐവ ട്രസ്റ്റ്, അതിൽ നമ്മുടെ ജാമിയ നൂരിയ അറബി കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു നല്ല അറബി കോളേജ് തുടങ്ങുകയാണ്. ഇതിന്റെ ബിൽഡിങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയുണ്ടായി. നൂറുൽ ഹുദ ഇസ്ലാമിക് കോളേജ്, ധാരാളം കോളേജുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായിക്കൊണ്ട് വളരെയധികം ദീർഘദൃഷ്ടിയോടുകൂടി പല നിലക്കും നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഈ കോളേജ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നു. എല്ലാ വിധത്തിലുള്ള അറിവുകളും വിദ്യാഭ്യാസം ഇവർക്ക് നൽകുക എന്ന ദൗത്യമാണ് നാം ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ട് മത, വൈജ്ഞാനികവും ഭൗതികവുമായ വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് ഭാവി തലമുറയെ കരുത്തുറ്റ ഒരു പണ്ഡിത വൃത്തമാക്കിക്കൊണ്ട് ഇവിടെ തീർക്കുവാൻ വേണ്ടിയാണ് ഈ സ്ഥാപനം ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഷകളും അറിവുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന് എവിടെ പോയാലും, ഏത് സംസ്ഥാനത്തിലാണെങ്കിലും, അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് എവിടെ പോയാലും ഇസ്ലാമിനെ എല്ലാ ഭാഷകളിലും പ്രബോധനം ചെയ്യുവാൻ കരുത്തുള്ള, കഴിവുള്ള ഒരു കരുത്തുറ്റ പണ്ഡിതരെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള അറിവുകൾ അവർക്ക് ശരീഅത്ത്, അതുപോലെ തന്നെ ഭൗതികമായ വിദ്യാഭ്യാസം ഇവിടെ +2, അതുപോലെ തന്നെ മറ്റ് ഡിഗ്രി പോലെയുള്ള അതും അതോടൊപ്പം അവർക്ക് നൽകിക്കൊണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാനുള്ള നമ്മുടെ ഈ സ്ഥാപനം ഇന്ന് വളരെയധികം അനിവാര്യമാണ് എന്ന് പറയേണ്ടത്. കാരണം വിദ്യാഭ്യാസത്തിലൂടെയാണ് ഏതൊരു സമൂഹവും ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഏത് പ്രസ്ഥാനമാവട്ടെ അതിന്റെ നിറവ് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ തന്നെ നമ്മെ പഠിപ്പിച്ചു, അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, എല്ലാ വിജ്ഞാനങ്ങളെയും മനുഷ്യന് അല്ലാഹു നൽകിയിട്ടുണ്ട്.
അപ്പോൾ മനുഷ്യനും അറിവും തമ്മിൽ അഭേദമായ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ തന്നെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത അതാണ് അറിവ്. വായിക്കുക, പഠിക്കുക. അറിവില്ലെങ്കിൽ നാം വട്ടപൂജ്യമായിട്ട് നമ്മെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്ന അറിവാണ് എന്ന് ആ ഖുർആൻ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഖുർആൻ ഇല്ലാത്ത ഒന്നുമില്ല. ഏത് കാര്യങ്ങളാണെങ്കിലും ആ ഖുർആനിൽ ഉണ്ട് എന്ന കാര്യം തീർച്ചയാണ്. ഗോളശാസ്ത്രവും ശാസ്ത്രവും അതേപോലെ തന്നെ മനുഷ്യ ശാസ്ത്രമെല്ലാം അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് എല്ലാ കാലഘട്ടത്തിനും എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ആ ഖുർആൻ. അത് ശരിക്കും റിസർച്ച് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് നാം ഇവിടെ തീർച്ചയായിട്ടും അത് നിലനിർത്തുകയാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള സംശയങ്ങളും ദൂരീകരിക്കുവാൻ അതേപോലെ തന്നെ യഥാർത്ഥമായ വഴിയിലൂടെ നമുക്ക് ചലിക്കുവാനും സാധിക്കുന്നതാണ്. അത് ഹക്കും ബാത്തിലും വേർതിരിക്കുന്ന തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എത്രയോ വലിയ വലിയ പരിഷ്കർത്താക്കൾ അതേപോലെ തന്നെ നമ്മുടെ പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്ക് പോലും അറിവിന്റെ ആ മുത്തുകൾ നൽകിയത് ഖുർആനിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദർസ് അതേപോലെ ദർസുകളാണ് പിന്നീട് ഈജിപ്തിലേക്കും കൈറോവിലേക്കും എല്ലാം തന്നെ നോക്കുമ്പോൾ അവിടെ വലിയ വലിയ കൈറോ യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ടായത് ആ ദർസിലൂടെയാണ്. അങ്ങനെ എവിടെ നോക്കിയാലും ആ ദർസിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൽമില്ലെങ്കിൽ നമുക്കൊന്നും നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ ഇവിടെ കാണുന്നത് തന്നെ ഇങ്ങനെയുള്ള ഈ ദൗത്യത്തിലൂടെയാണ്, ഇൽമിലൂടെയാണ്, ചെറിയ ദർസിൽ നിന്ന് ഉടലെടുത്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ആ ഭാഷകൾ പഠിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ള സംശയം ദൂരീകരിക്കുവാൻ മതം എന്ന് പറഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഒരിക്കലും തന്നെ ആർക്കും വിപത്തുണ്ടാക്കുന്നതല്ല, അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്നതല്ല, കലാപമുണ്ടാക്കുന്നതല്ല. എല്ലാ മതങ്ങളും ഇവിടെ മനുഷ്യനെ സന്മാർഗത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുപോകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യത്വപരമായി കൊണ്ട് എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഇതാണ് ഖുർആനും ഇസ്ലാമും പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് അറിവില്ലെങ്കിൽ നാം തീർച്ചയായിട്ടും ഇവിടെ വളരെയധികം പുറകോട്ട് പോകേണ്ട. ഈ രാജ്യത്തിന്റെ തന്നെ അഭിവൃദ്ധി അറിവിലൂടെയാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പരിശുദ്ധ ഖുർആൻ വായിച്ചുകൊണ്ട് ലോകത്തിന്റെ മുക്കിലും മൂലയിലുമില്ല ഇക്റാഹുദ്ദീൻ, ദീനിൽ ഒരിക്കലും ഞാൻ അടിച്ചേൽപ്പിക്കലില്ല. ആർക്ക് വേണമെങ്കിലും ആ ഇവിടെ നമ്മുടെ ആശയം പ്രയോഗിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തും ഈ രാജ്യവും എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യത്തെയാണ് കൽപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരാശയത്തിലേക്ക് ഒരു കൊണ്ടുപോകുന്ന ഭരണഘടനയല്ല നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും അതിന് വിരുദ്ധമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും അത് വളരെയധികം പ്രയാസങ്ങളായിരിക്കും ഈ രാജ്യത്ത് ഉണ്ടാക്കി തീർക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ തീവ്രവാദം, ഭീകരവാദത്തിൽ നിന്ന്, വർഗീയതയിൽ നിന്നെല്ലാം തന്നെ മനുഷ്യനെ പിന്തിരിപ്പിക്കുന്ന ഒരു വിജ്ഞാനം, അറിവാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാലികമായിക്കൊണ്ട് മനുഷ്യനെ നന്മയിലേക്ക് വിളിക്കുന്ന, തിന്മയിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിക്കുന്ന, ലഹരിയിൽ നിന്നും മദ്യത്തിൽ നിന്നും മദരാശിയിൽ നിന്നെല്ലാം തന്നെ മാറി നിൽക്കുന്ന ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഇതിന് കഴിയും. അള്ളാഹു തുണക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ധാരാളം ആളുകൾ ഇവിടെ വലിയ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ധാരാളം അവർക്കെല്ലാം അള്ളാഹു അതിന്റെ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മെ പല ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം മർഹമത്തും മാഗ്ഫിറത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കും ഉച്ചരിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യ സഹോദരങ്ങളെ, നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടി ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകമെമ്പാടുമുള്ള ഒരുപാട് ആളുകൾ ഇത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ദർശന ചാനൽ ദിവസങ്ങളോളമായി ഇത് പ്രക്ഷേപണം ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഈ മഹത്തായ യോഗത്തിന് മെയിൻ ബ്ലോക്ക് ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ വ്യവസായ മന്ത്രി ജനാബ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അഭിസംബോധന ചെയ്യുന്നു. വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനായ നമ്മുടെ ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദർ ശാസ്ത്രങ്ങൾ അവരുടെ, ബഹുമാനായ റഈസുൽ ഉലമാ സി കോയക്കുട്ടി മുസ്ലിയാർ അമക്കര അവരുടെ, വേദിയിൽ ഉള്ള ടി മുഹമ്മദ് ബഷീർ സാഹിബ്, ആലിക്കുട്ടി മുസ്ലിയാർ, പണ്ഡിതന്മാര്, ബാവ ഹാജി തുടങ്ങി മറ്റ് നേതാക്കന്മാരെ, പ്രിയമുള്ള സദസ്സിലുള്ള സഹോദരന്മാരെ, സമസ്ത മുശാവറ അംഗങ്ങളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തങ്ങളവറുകൾ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ വളരെ എളിയ തോതിൽ തുടങ്ങുകയും രാജ്യത്ത് വളർന്നു പന്തലിച്ച് വലിയ ഒരു സ്ഥാപനമാകാൻ സാധ്യതയുള്ള ഒരു ഇവിടെയുള്ള നമ്മുടെ ഈ അസോസിയേഷനും മറ്റുമൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് തുടങ്ങാൻ പോകുന്ന ഒരു വലിയ സംരംഭത്തിന്റെ ഉദ്ഘാടനമാണ് തങ്ങളവറുകൾ ഇവിടെ നിർവഹിച്ചത് സമാപന സമ്മേളന സമയത്ത്. ഈ വക സ്ഥാപനങ്ങളാണ് നമ്മുടെ സമൂഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്നത്. പാഠ്യപദ്ധതി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, മതവിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് പഠിച്ചു വളരുന്ന തലമുറയെ നല്ല ഒരു നിലയിൽ കൊണ്ടുപോകാനുള്ള സംരംഭമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വിജ്ഞാനം ഉണ്ടാവുന്നു. ആ വിജ്ഞാനം മഹല്ലുകളിൽ തോറും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ തോറും ഭാവിയിൽ പകർന്നു കൊടുക്കാനും അതുപോലെ തന്നെ സമൂഹത്തിന് സേവനം ചെയ്യാനും പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സാധിക്കുന്നു. അതുകൂടാതെ അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം അടിസ്ഥാനപരമായി ഉള്ളതുകൊണ്ട് വായിക്കാനും പഠിക്കാനും അതുപോലെ തന്നെ അവരുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാനും തൊഴിൽ മേഖലയിൽ നൈപുണ്യം നേടാനും ഇവിടെ തന്നെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കോച്ചിംഗ് സെന്ററും ട്രെയിനിങ് സെന്ററും അതുപോലെ തന്നെ ലൈബ്രറിയും മറ്റു സേവന ഏജൻസികളും അങ്ങനെ പലതുമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കിയാൽ സമൂഹത്തിലെ യുവജനങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക്, വളർന്നു വരുന്ന തലമുറക്ക് ആവശ്യമായ അവരെ ഒരു ചട്ടക്കൂടിനകത്ത് അവരെ ട്രെയിൻ ചെയ്ത് വളർത്തി അവരെ മതവിജ്ഞാനം, മതപരമായി വിവരമുള്ളവരും അതുപോലെ തന്നെ ഭൗതികമായി യാതൊരു വിധത്തിലുമുള്ള വിവരക്കുറവില്ലാത്തവരുമാക്കി അടിസ്ഥാനപരമായി ആ വിദ്യാഭ്യാസവും നൽകിക്കൊണ്ട് വളർത്തി വരാനുള്ള ഒരു സംരംഭമാണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഒന്നോ രണ്ടോ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ വിധത്തിൽ മതിയാവുകയില്ല. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ അധികം വിഘടിതമായ രീതിയിൽ ഓരോന്നോരോന്ന് കേന്ദ്രീകരിച്ചല്ല, മഹല്ലുകൾ കേന്ദ്രീകരിച്ച് ഓരോ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഡീസെൻട്രലൈസ് ചെയ്ത് പല സ്ഥലങ്ങളിലായി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ സ്വയം അവർ തന്നെ പരിശ്രമിച്ച് അതിന്റെ കമ്മിറ്റിയൊക്കെ കൂടി പരിശ്രമിച്ച് അതിന് വരുമാനമുണ്ടാക്കി ആ പ്രദേശത്തും ചുറ്റുപാടുള്ള നാട്ടുകാരെ സംഘടിപ്പിച്ച് വലുതും ചെറുതുമായ സംഭാവനകൾ സ്വീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത്. തീർച്ചയായും ഇങ്ങനെയുള്ള വളരെ സംഘടിതമായ പ്രവർത്തനങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദ്യം മുതൽ നടത്തി വന്നത്. ആ പാരമ്പര്യം ഇങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് ആദ്യം മദ്രസ, ദർസ്, പിന്നെ മദ്രസ, അതുപോലെ കാലഘട്ടത്തിനനുസരിച്ച് പിന്നെ കോളേജുകൾ, ഇന്നിപ്പോൾ വളർന്ന് എവിടെ നിൽക്കുന്നു എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ പരിശ്രമങ്ങളെയാണ് സംഘടിതമായി ബഹുമാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. ഇതുതന്നെയാണ് നമ്മുടെ മുൻകാലങ്ങളിൽ വലിയ നേതാക്കന്മാരും പണ്ഡിതന്മാരുമൊക്കെ ചേർന്നുകൊണ്ട് ചെയ്തതും. അല്ലാഹു ഇതെന്നും നിലനിർത്തി തരട്ടെ, ഭാവിയിൽ ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഈ സ്ഥാപനത്തിന് ഇതുമായി ബന്ധപ്പെട്ട എന്ത് ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിലൊക്കെ ഞങ്ങളുടെയൊക്കെ സഹകരണം പൂർണ്ണമായി ഉണ്ടാവും എന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട്
ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മെയിൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം അല്ലാഹുവിന്റെ നാമത്തിൽ നിർവഹിച്ചായി നിങ്ങൾ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യരെ, നമ്മുടെ കമ്പ്യൂട്ടർ ഹാൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിച്ചേർന്ന നമ്മുടെ സ്ഥലം MP ആദരണീയനായ ET മുഹമ്മദ് ബഷീർ സാഹിബ് നമ്മോട് അഭിസംബോധന ചെയ്യുന്നു. വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിവന്ദനായ നമ്മുടെ എല്ലാവരുടെയും നേതാവ് വന്യനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, അതുപോലെ ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എല്ലാറ്റിലുപരി പണ്ഡിത കേരളത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതൻ കോയക്കുട്ടി ഉസ്താദുകൾ, സാലിക്കുട്ടി സാഹിബ്, CP ബാഹജി സാഹിബ് അടക്കമുള്ള വളരെ പ്രഗത്ഭരായ നേതാക്കന്മാരും പണ്ഡിതന്മാരും എല്ലാം ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ വളരെ പ്രധാനമായ ഒരു സംരംഭത്തിന് നാം തുടക്കം കുറിക്കുകയാണ്. നൂറുൽ ഹുദ ഇസ്ലാമിക് കോളേജ് എന്നത് മാത്രമല്ല, ഈ നാടിൻ്റെ ഒരു സൗഭാഗ്യമാണ് ഇതോടുകൂടി പറഞ്ഞിട്ടുള്ളത്. ഈ കോളേജ് അഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർക്ക് ജന്മം കൊടുക്കുവാനും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മാർഗത്തിൽ ലോകത്തെല്ലായിടത്തും പോയി പ്രബോധനം നടത്താൻ കഴിയുന്ന പ്രാപ്തരായ യുവ പണ്ഡിതന്മാരെ രൂപപ്പെടുത്തുവാനും എല്ലാം ഉദ്ദേശമുള്ളതാണ്. അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും നേടി ജീവിതത്തിൽ ഏറ്റവും ഉന്നതിയിലെത്താൻ കഴിയുന്ന വിധത്തിലുള്ള പരിശീലനം കിട്ടുന്നവരെയും ഈ സ്ഥാപനം ലക്ഷ്യമിടുന്നുണ്ട്. ആ നിലയെല്ലാം നോക്കുന്ന സമയത്ത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജുമായി ജൂനിയർ കോളേജ് എന്ന നിലയിൽ ഇപ്പോൾ തന്നെ ഇതിൻ്റെ അഫിലിയേഷൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ധാരാളം അറബിക് കോളേജുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഈ അറബിക് കോളേജുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷേ കേരളത്തിലെ അറബിക് കോളേജുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥാപനമാണ് ജാമിയ നൂരിയ അറബിക് കോളേജ്. ബഹുമാനപ്പെട്ട പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉപരാഷ്ട്രപതിയെ പോയി കണ്ട് ഈ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഉപരാഷ്ട്രപതി തന്നെ അത്ഭുതപ്പെടുകയായിരുന്നു. ഇത്രയും വലിയൊരു സ്ഥാപനം ഉണ്ടെന്ന അദ്ദേഹത്തിന് ഏറ്റവും വലിയ സന്തോഷകരമായൊരു വാർത്തയായി. ഇപ്പം എല്ലാവരും പ്രകീർത്തിക്കുന്ന വലിയൊരു യൂണിവേഴ്സിറ്റിയുടെ ജൂനിയർ കോളേജ് എന്നുള്ള നിലയിലുള്ള അഫിലിയേഷൻ ഇതിനകം തന്നെ കിട്ടിയെന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. ദീർഘമായി ഞാൻ പ്രസംഗിക്കുന്നില്ല. ഞങ്ങളൊന്നും തന്നെ പണ്ഡിതന്മാരല്ല. പണ്ഡിതന്മാരുടെ വാക്കുകൾ കേൾക്കുന്നതിലാണ് നിങ്ങൾക്ക് ഈ സമ്മേളനത്തിൽ ഏറ്റവും അധികം താല്പര്യമുണ്ടാവുക എന്ന പൂർണ്ണമായ ബോധ്യം നമുക്കെല്ലാവർക്കുമുണ്ട്. നമുക്കെല്ലാം അറിയാം, ഇസ്ലാം ലോകത്ത് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ്. മനുഷ്യവർഗത്തിന്റെ മോചനത്തിനു വേണ്ടി ലോകത്തിലെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും, മനുഷ്യൻ നിർമ്മിച്ച എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും പരാജയപ്പെട്ടിടത്ത് മനുഷ്യവർഗത്തിന്റെ വിമോചന ശാസ്ത്രമായി ഇസ്ലാം അംഗീകരിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെ വികൃതമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നു വരികയാണ്. അവിടെ ശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ കഴിയുന്ന, എല്ലാ ഭാഷയിലും ജനങ്ങളോട് ഇസ്ലാം അവതരിപ്പിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരുടെ ശ്രേണി ഉയർന്നു വരേണ്ടതുണ്ട്. ആ രംഗത്ത് നിന്ന് ഒരു ഷോർട്ടേജ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പണ്ടത്തെ ഇതിനേക്കാൾ വലിയ ഷോർട്ടേജ് ഇന്ന് ഈ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അഗാധമുള്ള പാണ്ഡിത്യമുള്ളവരെയാണ് നമുക്ക് ആവശ്യം. കുറച്ചൊരു സ്ഥലത്ത് പോയി ഒരു പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ലേഖനം എഴുതാനോ എന്തെങ്കിലും വായിച്ച് അറിവുള്ളവരെ മാത്രമല്ല, നന്നായി കിതാബോദിയ, അസ്സലായി പരിശുദ്ധ ഖുർആനും ഹദീസും കൃത്യമായി അതിന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഏറ്റവും കൽപ്പുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം. അതിത്തരം സ്ഥാപനങ്ങളിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കൂ. മാത്രമല്ല, മരണാനന്തരം ബാക്കി നിൽക്കുന്ന 3 കാര്യവും ഇതിന്റെ ഫലമായി നാം നേടുകയാണ്. ജാരിയായിട്ടുള്ള സദഖ, നാഫിയായിട്ടുള്ള ഇൽമ്, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സൽസന്തതികൾ. ഈ 3 കാര്യങ്ങളാണ് നാം മരിച്ചാൽ ബാക്കി ഉണ്ടാവുക. ആ 3 കാര്യങ്ങൾ നമുക്കിതുകൊണ്ട് നേടാനുള്ളൊരു ഭാഗ്യമാണ്
ഇപ്പോൾ കരഗതമായിട്ടുള്ളത്. അള്ളാഹുവിനെ നമ്മളെല്ലാം അക്കാര്യത്തിൽ ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇത് നമ്മുടെ സ്വന്തം സ്ഥാപനമാണെന്ന നിലയിൽ ഇതിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരാലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സാമ്പത്തികമായും ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നോട് ഉദ്ഘാടനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടർ റൂമിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വാഹുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്തത് നമ്മോട് സംസാരിക്കുന്നത് വന്ദനായ ഉസ്താദ് ഷെയ്ഖുന അലിക്കുട്ടി ഉസ്താദ് അവർകളാണ്. അതിനു മുമ്പ് ഒന്ന് രണ്ട് ഉപഹാരങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ ബിൽഡിംഗ് നിർമ്മാണത്തിനും മറ്റുമൊക്കെ ഇതിങ്ങനെയാകാൻ കഠിനാധ്വാനം ചെയ്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രവർത്തിച്ച അസാസുൽ ഇസ്ലാം വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘത്തിന്റെ ബഹുമാന്യ ട്രഷററും ഇതിന്റെ സ്വാഗത സംഘം ചെയർമാനും കൂടിയായ കെ പി അബൂബക്കർ ഹാജി അവർക്ക് സമസ്ത തവനൂർ കാലടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി നൽകുന്ന ഒരു സ്നേഹോപഹാരം, അത് നൽകുന്നത് വന്യനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകളാണ്. ഏറ്റുവാങ്ങുന്നത് അബൂബക്കർ ഹാജി. വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇതിന്റെ എഞ്ചിനീയറിംഗ് വർക്ക് നിർവഹിച്ച പ്രിയങ്കരനായ ഫാറൂഖ് തലാപ്പിൽ അവർക്ക് ഉപഹാരം സമർപ്പിക്കുന്നു. വളരെ ആദരപൂർവ്വം ഫാറൂഖിനെ ക്ഷണിക്കുന്നു. തൊട്ടടുത്ത് പടവ് വർക്ക് പൂർണ്ണമായി നിർവഹിച്ച പ്രിയങ്കരനായ ഹരിദാസ്, അദ്ദേഹത്തെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ഫർണിച്ചർ വർക്ക് നിർവഹിച്ച സിദ്ദീഖ്, വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നൂറുൽ ഹുദ ഇസ്ലാമിക് കോളേജ് ഉദ്ഘാടനത്തോടനുബന്ധമായി നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയികൾ: ഒന്നാം സ്ഥാനം നേടിയത് മുഹമ്മദ് സഹൽ എ വി വെള്ളാഞ്ചേരി, രണ്ടാം സ്ഥാനം നേടിയത് മുഹമ്മദ് അമ്മൽ എൻ വി കാടഞ്ചേരി. ഈ രണ്ട് വിദ്യാർത്ഥികൾക്കും മൂന്നാം സ്ഥാനം നേടിയത് മുഹമ്മദ് ഉവൈസ് തണ്ടലം. ഈ മൂന്ന് വിദ്യാർത്ഥികൾക്കുമുള്ള ഉപഹാരം സമർപ്പിക്കുന്നു. നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഷെയ്ഖുൽ ജാമി ഉസ്താദ് ഷെയ്ഖുന ആലിക്കുട്ടി മുസ്ലിയാർ വളരെ തിരക്ക് പിടിച്ച സമയത്തിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വന്ദനായ ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم. കേരള മുസ്ലിംകളുടെ ആത്മീയ നേതാവ്, നമ്മുടെ നായകൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർ, പണ്ഡിത ശ്രേഷ്ഠൻ റയീസുൽ ഉലമ ബഹുമാനപ്പെട്ട ഉസ്താദ് കോയക്കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ്,
ബഹുമാനപ്പെട്ട ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ്, മുഷാവറ അംഗങ്ങൾ, സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രധാന വ്യക്തിത്വങ്ങൾ, മഹത്തായ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നേതാക്കൾ, മുതഅല്ലിം സുഹൃത്തുക്കൾ, മറ്റു സഹോദരന്മാർ, ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ബാഫക്കിത്തങ്ങൾ തുടങ്ങിവെച്ച വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ ഒരു പുതിയ രൂപമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മതവിദ്യാഭ്യാസം സാർവത്രികമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ 50കളിൽ തുടക്കം കുറിച്ചു. 60കളിൽ ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി ജാമിഅ നൂരിയയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. മുഷാവറ അംഗീകരിച്ചാൽ നമുക്ക് നടത്താം. ആ നടന്ന വലിയ ഒരു സ്ഥാപനം ഇന്ന് ഒരു സ്ഥാപനമായിട്ടല്ല, ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൈസ് പ്രസിഡന്റിനെ കാണാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ചെന്നപ്പോൾ 50-ൽ ചില്ലാനം ജാമിയയുടെ സഹസ്ഥാപനങ്ങളെ സംബന്ധിച്ച് കേട്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. മുമ്പ് ജാമിയയിൽ വന്നിട്ടുണ്ട്, ഇപ്പോഴും വരാൻ താൽപര്യമാണ്. പക്ഷേ സേഫ്റ്റി കുറവായതുകൊണ്ട് കഴിഞ്ഞ വർഷം വരാമെന്നേറ്റെങ്കിലും ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടനുസരിച്ച് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. ഇപ്പം നമ്മൾ നീട്ടിവെച്ച SYSന്റെ സമ്മേളനത്തിൽ വരാമെന്ന് പറഞ്ഞതായിരുന്നു. പ്രത്യേകമായ ചില കാര്യങ്ങളാൽ വരാൻ കഴിഞ്ഞില്ല. ഇനി ഒരു ശ്രമവും കൂടി അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ തയ്യാറായി വന്നതാണ്. അടുത്ത ജൂൺ മാസം 6, 7 തീയതികളിൽ ബാംഗ്ലൂരിൽ നടക്കാനുള്ള ഏർപ്പാടുകളായി. നാളെ തങ്ങളുടെ പേരിൽ ആ വിവരം പത്രങ്ങളിൽ വരും. ജാമിഅ നൂരിയ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. കുറേ ആളുകളൊക്കെ അതിന്റെ ഉസ്താദന്മാരിൽ മാത്രമല്ല അവിടുത്തെ സന്തതികളിലും മരിച്ചുപോയി. ജീവിച്ചിരിക്കുന്നതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മാത്തൂർ സാഹിബ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചാളുകൾ കസീറും മിന്നും ഖദ് ഖലാ നഹബഹു വൽബാഖി യന്തളിറൂന തൽബിയത മലിക്കി. ആ നിരക്ക് മഹത്തായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ജാമിഅ നൂരിയ വന്നതിനു ശേഷം വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടായി. അന്ന് ജാമിഅ എന്ന് പേര് വെച്ചതിനെപ്പറ്റി പലരും മോശമായി സംസാരിച്ചിരുന്നു. ഇന്ന് ജാമിഅ എല്ലാ അർത്ഥത്തിലും ജാമിഅയായി വന്നിരിക്കുകയാണ്. വ്യത്യസ്തമായ കോഴ്സുകൾ, വ്യത്യസ്തമായ പഠന സ്വഭാവങ്ങൾ ഒക്കെ നമ്മുടെ ആലിമീങ്ങൾക്കും നന്നായി പുതിയ പുതിയ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ കഴിയുമെന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ജാമിയിൽ പരീക്ഷയ്ക്ക് വന്നപ്പോൾ അവിടുന്ന് ചോദിച്ചു, ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും കക്കോടം മമ്മുഹാജിയും മുക്കം വീരാൻകുട്ടി ഹാജി തുടങ്ങിയുള്ള ഉമറാക്കളും ഉലമാക്കളും സാദാത്തുക്കളും ഇരിക്കുന്ന സ്ഥലത്ത് പരീക്ഷ നടക്കുന്നത് ഇപ്പം എങ്ങനെ? അത് കിതാബ് നോക്കിയിട്ടാണോ അതല്ല കാണാപാടാണോ എന്ന് കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചതാണ്. മൂപ്പരാ പരീക്ഷ നടത്താൻ വേണ്ടി വന്നത്. അപ്പോൾ അവിടുന്ന് ഒരാൾ ചോദിച്ചു, എന്ത് നോക്കിയിട്ട് കിതാബ് നോക്കിയതന്മാരും സാദാത്തുക്കളുമുള്ള ആ സദസ്സിനോടാ ചോദിച്ചത്. ഞാൻ കിതാബ് തരാം, ചോദ്യം തരാം, നിങ്ങൾ മറുപടി ചെയ്തോന്ന് ചോദിച്ചു. അത് കണ്ണിയത്തിന്റെ ഒരു ശൈലിയായിട്ട് ആൾക്കാർ മനസ്സിലാക്കി. പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ ഫ്രാൻസ് യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷയുടെ ഒരു ഭാഗം
വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത് പുസ്തകങ്ങൾ നൽകിയിട്ട് അതിൽ നിന്ന് ഉത്തരം കൊടുത്ത് അതിൽ നിന്ന് കണ്ടെടുത്ത് നോക്കി എഴുതണം എന്നതാണ്. 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു ലോകത്തുള്ള യൂണിവേഴ്സിറ്റികൾക്ക്. പക്ഷേ കണ്ണിയത്ത് ഉസ്താദ് അന്ന് അങ്ങനെ ചോദിച്ചു. ഈ സംഭവം ഞാൻ ആ വർഷം തന്നെ ഇറങ്ങിയ അദ്ദേഹത്തിന്റെ പേരിൽ അനുസ്മരണ പുസ്തകത്തിൽ ഈ സംഭവം എഴുതിയിട്ടുള്ളതാണ്. അപ്പോ ഇതൊക്കെ തൗഫീഖ് മുഖേന കുറെ നടക്കുന്നത്, കുറെ പഠിച്ചിട്ട് നടക്കും, കുറെ തൗഫീഖ് കൊണ്ട് നടക്കും. ജാമിയ നൂരിയ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കുറെ ജൂനിയർ കോളേജുകളും കുറെ എഞ്ചിനീയറിംഗ് കോളേജുകളും ജാമിയന്റെ സന്തതികളിൽ തന്നെ കുറെ പത്രപ്രവർത്തകന്മാരും കിതാബ് നല്ല ഓതി പഠിച്ചാൽ. കഴിഞ്ഞ ആഴ്ച ഞാൻ ചെന്നപ്പോ വലിയ ഇംഗ്ലീഷ് പേപ്പറുകളിൽ വലിയ തോതിലുള്ള നിലവാരം പുലർത്തുന്ന ആൾക്കാർ ജാമിയന്റെ സന്തതികളുണ്ട്. ഇനി അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് ക്ലാസ് എടുക്കാനായി ഇപ്പൊ കാത്തുകൊണ്ടിരിക്കുക. ജാമ്യയിൽ വന്ന് കണ്ടു പഠിക്കാനായിട്ട് തുർക്കിയിൽ നിന്ന്. ഇപ്പൊ തുർക്കി ലോകത്ത് വളരെ പുരോഗതി പ്രാപിച്ചു വരുന്നൊരു രാജ്യമാണ്. തങ്ങളും ബഹുമാനപ്പെട്ട ബഷീർ സാഹിബും ഞങ്ങളൊക്കെ പാടെ തുർക്കിയിൽ ചെന്ന സന്ദർഭത്തിൽ അവരുടെ യൂണിവേഴ്സിറ്റി ഒക്കെ കാണാൻ കഴിഞ്ഞു. അതിനുശേഷം പിന്നെയും പോയി അവിടെ ഞങ്ങളും ഞാനും ബഹാവുദ്ദീൻ മുസ്ലിയാരൊക്കെ പാടക്കൂടി. അപ്പൊ ആ സന്ദർഭത്തിൽ ജാമിയയുടെ കാര്യത്തെപ്പറ്റി അവർക്ക് താല്പര്യമുണ്ട്, അത്ഭുതമുണ്ട്. ആ നിലക്ക് ഇവിടെ നമ്മൾക്ക് തന്നെ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങാൻ പറ്റുമെന്നാണ് ഇപ്പോൾ അവരൊക്കെ പറഞ്ഞത്. സാദിഖുമോനും ഞാനും ഇവിടുത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് സംസാരിച്ചപ്പോൾ ചില വിഷയങ്ങൾ അലീഗർ നമ്മുടെ BA അംഗീകരിച്ചു ജാമ്യക്ക് തുല്യമായി, അല്ലെങ്കിൽ ജാമ്യയുടെ കോഴ്സിനെ അലീഗറിന്റെ BAക്ക് തുല്യമായി അംഗീകരിച്ചു. അപ്പൊ കാലിക്കറ്റിലും കൂടി അംഗീകരിച്ചു കിട്ടുകയാണെങ്കിൽ സൗകര്യമാവുന്നുള്ള ആൾക്ക് ഞങ്ങൾ പോയത്. അദ്ദേഹം സംസാരിച്ചു. പക്ഷേ അവിടെ നിഷേധാത്മകമായ ചില കാര്യങ്ങൾ ആ രംഗത്തുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു നമ്മൾക്ക് തന്നെ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങാലോ. ആ നിലക്കുള്ള ഒരു സാധ്യതയെപ്പറ്റി പോലും ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാലമാണെന്നർത്ഥം. ഇത്രയധികം ജാമ്യകൾ, ഒരു 10,000-ഓളം വരുന്ന മദ്രസകൾ. ആ മദ്രസകളൊക്കെ വെറും ഒരു മദ്രസയല്ല, കാലി മദ്രസയല്ല. അവിടങ്ങളിലും ഇംഗ്ലീഷും അതുപോലെ അറബിയും അതുപോലെ തൊഴിൽപരമായ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ആ നിലക്ക് ജാമിയ വളർന്നു വരുന്നു. ജാമിയക്ക് അതിന്റെ വളർച്ചക്കനുസരിച്ച് ഉയർന്ന നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളും ഉയർന്നു വരികയാണ്. അതിന്റെ ഒരു സ്ഥാപനമാണ് ഇന്ന് ഇവിടെ തങ്ങളവറുകളും നമ്മുടെ മന്ത്രിമാരും ഒക്കെ പങ്കെടുത്ത് ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞത്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട അബ്ദുറബ്ബ് സാഹിബ് നമ്മുടെ പരിപാടിയിലേക്ക് വന്നെത്തുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസപരമായി ഒരു ഗവൺമെന്റിന്റെ പ്രത്യേകമായ ആനുകൂല്യങ്ങളൊന്നുമില്ലാതെ, സാമ്പത്തിക സഹായങ്ങളൊന്നുമില്ലാതെ ഈ നിലക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള വലിയൊരു സമിതി, ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി അബ്ദുറബ്ബ് സാഹിബിനെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആ നിലക്ക് ഇത് വളർന്നു വരികയാണ്. നമ്മൾ വിചാരിച്ച അവിടേക്കൊന്നുമല്ല വളർന്നു, അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് സ്ഥാപനങ്ങൾ വളരുന്നു, സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ വളരുന്നു, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് വളരുന്നു, അതുപോലെ മതവിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനങ്ങൾ, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനങ്ങൾ, മതപരമായ കാര്യങ്ങളും ഭൗതികമായ കാര്യങ്ങളും ഒക്കെ സമന്വയിപ്പിച്ച് പഠിക്കുന്നു. ഇതൊക്കെ നമ്മളെ കയ്യിൽ ഇപ്പോൾ വന്നെത്തിരിക്കുകയാണ്. അന്ന് ഇത് തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ആവുമോ എന്ന് അവർ പ്രതീക്ഷിച്ചോ എന്നറിയില്ല. പക്ഷേ അള്ളാഹു അത് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. ഈ സ്ഥാപനത്തിന് നല്ല ഭാവിയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ അവരോട് സൂചിപ്പിച്ചു. മാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. ഏതൊരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ഉദ്ദേശിക്കുന്നു, ആ ഉദ്ദേശിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ മുന്നാലെയായി അള്ളാഹുവിന്റെ മശിയത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിതുകൊണ്ട് ഉദ്ദേശിച്ചത് ലോകത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും ഇസ്ലാമിക സന്ദേശം എത്തിക്കാനുള്ള മാർഗമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാനത്തെ പ്രസംഗം, ഹജ്ജത്തുൽ വിദായിൽ വെച്ച് തങ്ങൾ ചെയ്ത പ്രസംഗം 8 മിനിറ്റ്, ഏറിയാൽ 10 മിനിറ്റ്. ആ 10 മിനിറ്റിന്റെ ഇടയിൽ ലോകത്ത് സമാധാനത്തിനാവശ്യമായ കാര്യങ്ങളാണ് തങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം അത് ക്ഷതപ്പെടുത്താൻ പാടുള്ളതല്ല.
ഇന്നവർക്ക് വോട്ട് പാടില്ല, ഇന്നവർക്ക് അവരുടെ രക്തം ഇങ്ങനെയാണ്, ബലമില്ല, അവർക്ക് സന്താനങ്ങൾ ഇത്ര ഒരു പ്രത്യേകമായ തോതിലായിരിക്കണം. ഇതങ്ങനെയൊക്കെ ലോകത്ത് പല പല സ്ഥലങ്ങളിലും പല ആശയങ്ങളും നടന്നിരിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, അതൊക്കെ മനുഷ്യന്റെ അവകാശങ്ങളാണ്. ആ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. എന്റെ അയൽവാസി എന്നെപ്പോലെ എല്ലാ സൗഖ്യവും സൗകര്യങ്ങളും നേടേണ്ടതാണ് ഷഫീന റസൂലുള്ളാഹി. ആ 1.25 ലക്ഷം ആളുകൾ അന്ന് തങ്ങളോടുകൂടെ കൂടി. എല്ലാവർക്കും പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞില്ല. കേട്ടവർ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹിന്റെ അന്നത്തെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം കേട്ട് എല്ലാവരും വിളിച്ചു പറഞ്ഞു. പിന്നെ സഹാബിമാരെ മനസ്സിലാക്കി, ഇവിടെ ഉള്ളവർക്ക് മാത്രം പോരാ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അതനുസരിച്ച് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ആ 3 കർണിന്റെ ആൾക്കാർ അവർ കഴിയുന്നതിന് മുമ്പായി അമേരിക്കയല്ലാത്ത എല്ലാ രാജ്യങ്ങളിലും ഇസ്ലാം വന്നു. ആഫ്രിക്കയിലെത്തി, യൂറോപ്പിലെത്തി, വിദൂര പൗരസ്ത്യ രാജ്യങ്ങളിലെത്തി, ചൈനയിലെത്തി. ചൈനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് പ്രഗത്ഭനായ ഒരു സഹാബിയ സഅദ് ബിൻ അബീ വഖാസ്. അദ്ദേഹത്തിന്റെ മഖബറ അവിടെയുണ്ട്. അതോടനുബന്ധിച്ചൊരു പള്ളിയുണ്ട്. ഇപ്പൊ അടുത്ത് ചൈനയിലേക്ക് ബിസിനസ്സുമായി കച്ചവടങ്ങളുമായി പോകുന്ന പല ആളുകളും അവിടെ ചെല്ലുകയും ആ ഖബർ കാണുകയും അവിടെ സിയാർത്ത് ചെയ്യാൻ അവസരം കണ്ടെത്തുകയും ചെയ്തതായി പലരിൽ നിന്നും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആഫ്രിക്കയിലെത്തി, യൂറോപ്പിലെത്തി, ഇന്ത്യയിലെത്തി, സഹാബിമാര് തന്നെ എത്തി. മുഗദാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കോഴിക്കോട്. മുഗീറത്ത് ബിൻ ശുഅബ എന്ന സഹാബി താമസിച്ച സ്ഥലമാണ് മുഗീറത്തു ദാർ. അതാണ് മുഗദാർ. അപ്പുറത്ത് തമീമുദ്ദാരി എന്ന് പറയുന്ന ഒരാൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് കൊയിലാണ്ടിയിൽ. ഒരു സഹാബി മാത്രമല്ല, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ഒരാളുമാണ്. ഇവരുടെ ചരിത്രങ്ങളൊക്കെ ലോകത്തുള്ള ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. ഇവിടെ വന്ന് നമ്മളാരും പറഞ്ഞു കൊടുക്കുന്നതിന്റെ മുമ്പ് ഷഹബാൻ എന്ന് പറയുന്ന തുർക്കിയിൽ നിന്ന് പലപ്പോഴും വന്നു. മിഞ്ഞാന്നും എന്നെ ഒരു കാര്യത്തിന് വിളിച്ചിരുന്നു. ജാമ്യയിൽ നിന്നും 3 ആളുകളെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഒപ്പത്തിനൊപ്പം മതവും ഭൗതികവും ഒപ്പം അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ ജാമ്യന്റെ കാര്യത്തെപ്പറ്റി പലതും പറഞ്ഞു. അപ്പൊ ആ സംഭവം വളരെ പ്രധാനമായിട്ടുള്ള അവിടെ എത്തി. ഞങ്ങൾ സിയാർത്ത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട ബഷീർ സാഹിബും ഞാനൊക്കെ പോയ ഒരു 2 വർഷം മുമ്പ് പോയ സ്ഥലത്ത് 10-14 സഹാബിമാർ അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഫോസ്ഫറസ് കടലിൽ നിന്ന് ഇപ്പുറത്ത് കടന്നാൽ അപ്പുറത്ത് ഏഷ്യ, ഇപ്പുറത്ത് യൂറോപ്പ്. അവിടെ വന്നാൽ ആദ്യം കാണുന്ന ആ പള്ളിയുടെ പരിസരത്താണ് ഈ മഖബറകൾ. ആ മഖബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ സഹാബിമാര്, താബികൾ, താബികൾ. ലോകത്ത് ഈ മെസ്സേജ് എത്തിക്കാൻ വേണ്ടി എന്താ അതിന്റെ കാര്യം? ഫല്യുബല്ലിഗി ഷാഹിദുൽ ഗായിബ്. ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കണം. ലോകത്ത് മുഴുവനും എത്തിയതർത്ഥം. അമേരിക്ക എന്നൊരു രാജ്യമുണ്ട് എന്ന് അന്ന് അറിയുമായിരുന്നെങ്കിൽ അവിടേക്കും പോകുമായിരുന്നു. കാസർഗോഡ് വന്നത് എങ്ങനെ? ഒരു പലകഷ്ണത്തിന്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു പായ വിരിച്ച്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനത്തിന്റെ മുകളിൽ. മറ്റ് സൗകര്യങ്ങളും ഉപകരണങ്ങളൊന്നുമില്ല. ബിസ്മില്ലാഹി വജറഹാ വമുർസ. അള്ളാഹുവിന്റെ നാമത്തിൽ ഇത് എത്തിച്ചേർന്നു. ഇവിടെ തന്നെ വന്ന് താമസമാക്കി. കൊടുങ്ങല്ലൂരിലുണ്ട്, അതുപോലെ തളങ്കരയിലുണ്ട്, കാസർഗോഡ്, കേരളത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്. അതിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണിത്. ഇങ്ങോട്ട് വന്ന ഈ മെസ്സേജ് ഇപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, യൂറോപ്പിലേക്കും അതുപോലെ സൗദിയിലേക്കും അറബ് രാജ്യങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ മക്കൾ കരുത്തുറ്റവരാണ്, കഴിവുള്ളവരാണ്. ബാഫയ്ക്ക് തങ്ങളുടെ ശ്രമം വളരെ വിജയിച്ചിട്ടുണ്ട്. പൂക്കോയ തങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഷംസുൽ ഉലമ അതിന് വലിയ നേതൃത്വം നൽകി. ഇന്ന് അദ്ദേഹത്തിന്റെ മക്കളും പേരമക്കളും മക്കളുടെ മക്കളും ആ വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ധാരാളം കഴിവുള്ള ആളുകൾ, ധാരാളം അതിലേക്ക് കാഴ്ചപ്പാടുള്ള ആളുകൾ, അവരുടെ ചിന്തയും അവരുടെ പൈസയും അവരുടെ ശ്രമവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതൊക്കെ പാടെ കൂടുമ്പോൾ ഇത് സമൂഹത്തിന് ഉപകാരപ്പെട്ടതാവും, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുള്ളവർക്ക് ഉപകാരപ്പെട്ടതാവും. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മോട് സംസാരിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ് ഏതാനും നിമിഷങ്ങൾക്കവിടെ എത്തിച്ചേരുകയാണ്. നമ്മോട് അഭിസംബോധനം ചെയ്യുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ പി കെ അബ്ദുൾ റബ്ബ് സാഹിബ് അവർകളാണ്.
നമ്മുടെ ലൈബ്രറി ഹാളിന്റെ ഉദ്ഘാടന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് വന്ധ്യരായ മന്ത്രി ഇവിടെ പ്രസംഗിക്കും. വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله. ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയനായ റയീസുൽ ഉലമ കോയക്കുട്ടി മുസ്ലിയാർ അവർ, ആദരണീയനായ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അവർ, കാസിം ഫൈസി പോത്തന്നൂർ, മറ്റ് വേദിയിലുള്ള പണ്ഡിതന്മാരെയും നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ജാമിയ മിലിയയുടെ അനുബന്ധ സ്ഥാപനമായി ഒരു പുതിയ വിജ്ഞാന കേന്ദ്രം ഇവിടെ ഉയർന്നു വരികയാണ്. 55ാമത്തെ കേന്ദ്രമായി നൂറുൽ ഹുദ ഇസ്ലാമിക് കോളേജ് കാടഞ്ചേരി ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അദ്ദേഹം അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി. ബഹുമാന്യനായ കേരള വ്യവസായ IT വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് മെയിൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം പ്രിയങ്കരനായ നമ്മുടെ MP ET മുഹമ്മദ് ബഷീർ സാഹിബും നിർവഹിച്ചു. ബഹുമാന്യനായ ആലിക്കുട്ടി മുസ്ലിയാർ അവരുടെ അർത്ഥസമ്പുഷ്ടമായ പ്രസംഗങ്ങളും ജാമിയയുടെ ഇതപര്യന്തമുള്ള ചരിത്രവും ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് മൺമറഞ്ഞു പോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ മഹാത്മാന്മാരായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ അവർ തുടങ്ങിവെച്ച ഈ കാര്യങ്ങളെല്ലാം തന്നെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും ഉപരി നമ്മുടെ സംസ്ഥാനത്ത് ശാസ്ത്രീയമായി വ്യവസ്ഥാപിതമായി നടക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ജാമിയ മില്ലിയയുടെ കീഴിൽ മദ്രസകളും കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ഒട്ടേറെ മതസ്ഥാപനങ്ങളും നമുക്കുണ്ട്. ഇവിടെയും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ സ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും കോളേജ് തലത്തിലുമുള്ള ഭൗതിക വിദ്യാഭ്യാസവും ജാമിയയുടെ അനുബന്ധ സ്ഥാപനം എന്ന നിലയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കോഴ്സുകളുമെല്ലാം ഇനി ഈ പ്രദേശത്തുള്ളവർക്ക് കൂടി പഠിക്കാനും അതുവഴി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഇതിന്റെ പ്രസിഡന്റ്. കാസിം ഫൈസി സെക്രട്ടറിയും അബൂബക്കർ ഹാജി ട്രഷററുമായിട്ടുള്ള കമ്മിറ്റിയാണ് ഇവിടുത്തെ ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. തീർച്ചയായും ജാമിയയെ പോലെ ദാറുൽ ഹുദയെ പോലെ വരാനിരിക്കുന്ന നാളുകളിൽ മത ഭൗതിക വിദ്യാഭ്യാസങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും വിജയം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ
ഉൾപ്പെടുവാൻ പറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം, അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ എല്ലാം നമ്മുടെ ഈ ക്യാമ്പസുകളിൽ ഉണ്ടാകും എന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രത്യാശിക്കുകയാണ്. തീർച്ചയായും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം, വിദ്യ അഭ്യസിക്കുന്നതിന്റെ അനിവാര്യത സമൂഹം മൊത്തത്തിലും മുസ്ലിം സമുദായം പ്രത്യേകിച്ചും മനസ്സിലാക്കിയിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. പഴയ കാലഘട്ടമല്ല. അതുകൊണ്ട് തന്നെ വിജ്ഞാന സമ്പാദനം ഏറ്റവും ആവശ്യമാണ്. മതപരമായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഈ ലോകത്തും പരലോകത്തും അന്തിമമായ വിജയം നേടാൻ കഴിയുകയുള്ളൂ. ഇസ്ലാമികമായ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയിൽ തന്നെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ലോകത്ത് ഏത് ഭാഗത്ത് പോയാലും ആർജിക്കാൻ കഴിയുന്ന മറ്റ് വിദ്യാഭ്യാസങ്ങൾ, സാങ്കേതികമാവട്ടെ മറ്റ് രീതിയിലുള്ളതാവട്ടെ, ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസമാണെങ്കിലും നമ്മൾ ആർജിക്കുന്നത് അതിനുശേഷമാണ്, അതോടൊപ്പമാണ്. പക്ഷെ അപ്പോഴൊന്നും നമ്മുടെ വ്യക്തിത്വം നമ്മൾ ആർക്കും അടിയേറെ വെക്കുന്നില്ല. നമ്മുടെ വിശ്വാസാചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും നമ്മൾ ബലികഴിക്കുന്നില്ല. അതിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റേത് സമുദായത്തോടൊപ്പവും ഏത് മേഖലയിലും മത്സരിക്കാൻ പ്രാപ്തിയുള്ള, മത്സരിക്കാനും വിദ്യാഭ്യാസപരമായും സാങ്കേതികമായും കഴിവുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ജാമിയയുടെ ലക്ഷ്യം. ആ ലക്ഷ്യമാണ് വളരെ വിജയകരമായി എത്രയോ വർഷങ്ങളായി ജാമിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദരണീയനായ അൽകുട്ടി മുസ്ലിയാർ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജാമിയയുടെ സന്തതികളുണ്ട്, ദാറുൽ ഹുദയുടെ സന്തതികളുണ്ട്. അവരൊക്കെ തന്നെയും ജോലി എന്ന നിലയിൽ മാത്രമല്ല, ഇസ്ലാമിക പ്രബോധനം എന്ന നിലയിൽ തന്നെ മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വർഷം ആരംഭിക്കുന്ന ഈ സ്ഥാപനം ഏറ്റവും ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ അറിയപ്പെടുന്ന പ്രശസ്തമായ നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഒരു മാതൃകാ സ്ഥാപനമായി വളർന്നു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ആദരണീയനായ തങ്ങളവർകൾ ഈ സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. ഒട്ടേറെ വൈവിധ്യമാർന്ന പരിപാടികൾ ഇവിടെ ഇനിയും നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. എനിക്കിവിടെ നിർവഹിക്കാനുള്ളത് ഇവിടുത്തെ ലൈബ്രറി ഹാളിന്റെ ഉദ്ഘാടനമാണ്. ഏതൊരു സ്ഥാപനത്തിന്റെയും ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലുള്ള ലൈബ്രറിയാണ്. അന്ത്യമില്ലാത്ത അവസാനമില്ലാത്ത ഒന്നാണ് വായന എന്നുള്ളത്. അതിന് പ്രായവ്യത്യാസമില്ല, അതിന് സൗകര്യങ്ങളുടെയും സ്ഥലങ്ങളുടെയും വ്യത്യാസങ്ങളില്ല. പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പാഠ്യേതര കാര്യങ്ങളാണെങ്കിലും നമ്മുടെ പൊതുവിജ്ഞാന വർധനവിനാണെങ്കിലുമെല്ലാം ആസ്വാദനത്തിനാണെങ്കിൽ പോലും പുസ്തകങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കോളേജുകളിലും ഒക്കെ പഠിക്കുമ്പോൾ ഡിഗ്രി കോഴ്സുകളാണെങ്കിലും PG കോഴ്സുകളാണെങ്കിലും തുടർന്നുള്ള ഗവേഷണങ്ങളാണെങ്കിലുമെല്ലാം നമുക്ക് ഒരു പുസ്തകം, ഒരു ഗ്രന്ഥകർത്താവിന്റെ പുസ്തകം മാത്രം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരേ വിഷയത്തെ സംബന്ധിച്ച്, ഒരേ ആശയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഗ്രന്ഥകാരന്മാരുടെ വ്യത്യസ്തമായ പുസ്തകങ്ങളുണ്ടാകും. ആ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം കൂടി കടഞ്ഞെടുത്ത് നമ്മൾ സ്വായത്തമാക്കുന്ന
അതിനാണ് പരിപൂർണതയുള്ളത്. അത് നമുക്ക് ഓരോ ക്ലാസ്സുകളിലും പഠിക്കാൻ തരുന്ന പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രം ലഭിക്കുകയില്ല. നമ്മൾ റെഫർ ചെയ്യേണ്ട പുസ്തകങ്ങൾ, ആ ഒരു വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകനാണെങ്കിൽ ആ അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് പറയും. അതോടൊപ്പം തന്നെ അതിൽ വരുന്ന വിഷയസംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇന്ന ഇന്ന പുസ്തകങ്ങൾ റെഫർ ചെയ്യണം എന്ന് പറയും. ആ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ അതിൻ്റെ നോട്ടുകളും ബാക്കിയുള്ളതും ഒക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യത്തിലും നമ്മളുടേതായ സ്കൂളിൽ പഠിക്കുന്നത് പോലെ കാണാപ്പാഠം പഠിച്ചിട്ടല്ലല്ലോ കോളേജുകളിലും അതുപോലെ PG കോഴ്സുകളും ഒന്നും പഠിക്കുന്നു. അവിടെയൊക്കെ തന്നെയും നമുക്ക് സ്വതന്ത്രമായ ചിന്തയുണ്ടാകണം, സ്വതന്ത്രമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. ഓരോ വിഷയത്തെ സംബന്ധിച്ചും ഓരോ കുട്ടിയും എഴുതുന്നത് ഒരേ തരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും. അവരുടെ ബുദ്ധിയുടെ വികാസം, വൈജ്ഞാനികമായ വികാസം, അതൊക്കെ തന്നെയും ലഭ്യമാകുന്നത് പുസ്തകങ്ങളിലൂടെയാണ്. മാത്രവുമല്ല, നമുക്കറിയാം ഇന്ന് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ വളരെയേറെ പ്രചാരം സിദ്ധിച്ചിട്ടുള്ള, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ്. പക്ഷെ ആ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ നമുക്ക് തരുന്ന ആ ഒരു ആസ്വാദ്യത, ആ ഒരു അനുഭവങ്ങൾ, അത് നൈമിഷികമാണ്. അതിന് വലിയ ആയുസ്സില്ല. എല്ലാ ചാനലുകളിലും ഇപ്പോൾ പറയുന്ന പോലെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് പോലെ ആ ന്യൂസുകളെല്ലാം തന്നെ അല്പസമയത്തിനുള്ളിൽ ബ്രേക്കായി പൊട്ടിപ്പോകും. പക്ഷെ ഒരു പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവ്, ആ അറിവ് അനുഭവങ്ങളും അനുഭൂതിയുമായി നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും തങ്ങി നിൽക്കും. അപ്പം അതാണ് പുസ്തകങ്ങളുടെ ഒരു ഗുണം. പക്ഷെ പലപ്പോഴും നമുക്കറിയാം ഇന്നത്തെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ വിവരസാങ്കേതിക വിദ്യയുടെയൊക്കെ അതിപ്രസരം വായനയെ ബാധിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ദൃശ്യമാധ്യമങ്ങളുടെ പ്രയോജനം, അതിൻ്റെ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. പക്ഷേ അതൊരിക്കലും നമ്മുടെ വായനക്കും നമ്മുടെ കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കാനുമുള്ള പ്രയത്നങ്ങൾക്ക് തടസ്സമാവാൻ പാടില്ല. അപ്പം ഇന്ന് നമുക്കറിയാം പത്രങ്ങൾ, ന്യൂസ് പേപ്പറുകൾ പോലും ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിലൂടെ തന്നെ വായിക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷമാണ്. ഇന്റർനെറ്റ് കണക്ഷനുള്ള സമയത്ത് അതിന്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് ഏത് ഭാഗത്തുമുള്ള ഏത് വിജ്ഞാനവും സ്വായത്തമാക്കാനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ കയ്യിൽ പുസ്തകം വേണമെന്നില്ല. ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ഏത് ലൈബ്രറിയിലുമുള്ള പുസ്തകങ്ങൾ, അതിൽ ഉള്ള ഇന്ന പേജിലെ ഇന്ന കാര്യങ്ങൾ അറിയണം എന്ന് ഇവിടെ ഇരുന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മുടെ വിരൽത്തുമ്പം അമർത്തിയാൽ നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരും. അത്രത്തോളം വിവരസാങ്കേതിക വിദ്യയുടെ ആ ഒരു തള്ളിച്ച വന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും പറയാറുള്ളത് പോലെ ഇന്ന് പഠിക്കാൻ സ്കൂളുകൾ വേണമെന്നില്ല, പഠിപ്പിക്കാൻ അധ്യാപകർ വേണമെന്നില്ല, പഠിക്കാൻ പാഠപുസ്തകങ്ങളും വേണമെന്നില്ല. ഒരു കമ്പ്യൂട്ടറും ലാപ്ടോപ്പും അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ എന്തിനാണ് അത്? ഒരു പക്ഷേ നമ്മുടെ മൊബൈലുകൾ വരെ, ഇന്ന് ഇറങ്ങുന്ന പുതിയ പുതിയ ഓപ്ഷനുകളുള്ള മൊബൈലുകൾ വരെ നമ്മുടെ വിജ്ഞാന സമ്പാദനത്തിന് സഹായകമാകുന്ന ഘടകങ്ങളാണ്. അതിൻ്റെയൊക്കെ ചീത്തവശങ്ങൾ വേറെയുണ്ട്, അത് നമുക്കറിയാം. ഏത് കാര്യവും നമ്മൾ പരിശോധിക്കുമ്പോൾ നല്ലതും ചീത്തയും ഉണ്ടാകും. നന്മയെ ഉൾക്കൊള്ളാനും തിന്മയെ തിരസ്കരിക്കാനും നമുക്ക് കഴിയണം. അതിനുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അത് പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകേണ്ടതുമാണ്. നേരായ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഗണത്തിൽ ഒരു നല്ല ലൈബ്രറി നമുക്കിവിടെയും ഇപ്പോൾ പുസ്തകങ്ങളുടെ ലൈബ്രറിയോടൊപ്പം തന്നെ ഡിജിറ്റൽ ലൈബ്രറിയും ഉണ്ടാക്കാൻ സാധിക്കും. ഡിജിറ്റൽ ലൈബ്രറി ഉണ്ടാക്കാൻ സാധിക്കും. ഓൺലൈനായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ, പുസ്തകങ്ങൾ ആ രീതിയിൽ ഓൺലൈനിൽ തന്നെ നമുക്ക് ലഭ്യമാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതെല്ലാം തന്നെ ഘട്ടം ഘട്ടമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഉയർന്നു വരുന്നതോടുകൂടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ജാമിയയുടെ പ്രശസ്തി നിലനിർത്തുന്ന, അതോടൊപ്പം തന്നെ ജാമിയ മറ്റ് ഭാഗങ്ങളിൽ നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങളെല്ലാം പോലെ
ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായി ഏറ്റവും നല്ല ഒരു മാതൃകാ സ്ഥാപനമായി ഈ ഇസ്ലാമിയ കോളേജ് വളർന്നു വരട്ടെ, അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കോളേജുമായി ബന്ധപ്പെട്ട ലൈബ്രറിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ സ്ഥാപനത്തിന്റെ അജയ്യനായ അമരക്കാരൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ മഹത്തായ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. അധ്യക്ഷ ഭാഷണത്തിന് മുമ്പ് ചെറിയ വാക്കുകളിൽ ആശംസ ഭാഷണം നടത്തുന്നതിനു വേണ്ടി ബഹുമാനനായ XMP സി ഹരിദാസ് അവറുകളെ അധ്യക്ഷന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യായ ഉദ്ഘാടകൻ ഹൈദരാലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യായ വിദ്യാഭ്യാസ മന്ത്രി ഹദ്റത്ത്, ഈ വേദിയെ ധന്യമാക്കിയ മഹൽ വ്യക്തികളെ, പ്രിയം നിറഞ്ഞ എൻ്റെ നാട്ടുകാരെ, സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിലേക്ക് ഞാൻ കടന്നു വന്നത്. എനിക്ക് ജന്മം നൽകിയ ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് എന്റെ നാട്ടുകാരനും കൂടിയായ സ്വാഗതപ്രാസനൻ ഫൈസി പോത്തനോ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ തീർച്ചയായും ഈ ദിവസം ഈ ഇസ്ലാമിക് കോളേജിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജന്മദിനം കൂടിയാണ്. ആ ജന്മദിനത്തിലാണ് ഞാൻ കളിച്ചോടി നടന്ന എന്റെ ഈ ഗ്രാമത്തിൽ വലിയൊരു സ്ഥാപനത്തിന്റെ തുടക്കം. ഞാൻ 5 മിനിറ്റ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഈ വേദിയിരിക്കുന്ന മഹൽ വ്യക്തികൾക്ക് ഒട്ടുപേർക്കും അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നടന്നു വരുമ്പോൾ ചില സ്നേഹിതന്മാരോട് പറഞ്ഞു, ഈ കാണുന്ന പള്ളിക്ക് ഒരു ചരിത്രമുണ്ട്. സുമാർ ഒരു 70 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് തവനൂർ പഞ്ചായത്തൊന്നും വന്നിട്ടില്ല, 62-ന് ശേഷമാണ് ഈ തവനൂർ പഞ്ചായത്തൊക്കെ വരുന്നത്. ഇവിടെ മാത്രമേ ഖബറിസ്ഥാനുള്ളൂ. പിന്നെ മാണൂര, പിന്നെ എന്റെ നാടായ പോത്തനൂര്. അപ്പോൾ ഒരു ദിവസം രാവിലെ, ഞാൻ കൊച്ചുകുട്ടിയാ, ഈ തലമുറ മനസ്സിലാക്കണം, നമ്മൾ തമ്മിലുള്ള ബന്ധം, നമ്മൾ തമ്മിലുള്ള ഐക്യം, നമ്മൾ തമ്മിലുള്ള സ്നേഹം. ആ ഐക്യവും സ്നേഹവും ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഞാനൊരു 5-8 വയസ്സാവുമ്പോൾ കണ്ടതാ. എന്റെ അമ്മയിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പഠിക്കുന്നത്. ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. നെരിപ്പറമ്പിൽ നിന്നും എടശ്ശേരി കുടുംബത്തിൽ നിന്നും അന്നത്തെ കാരണവർ വരിക. അദ്ദേഹം ഭയങ്കര പൊക്കമുള്ള വ്യക്തി, നല്ല വെള്ള ഷർട്ട്, കമ്മുക്കുട്ടിയാക്കി. അമ്മോട് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ നെരിപ്പറമ്പിൽ ഖബറിസ്ഥാനില്ല, അതുകൊണ്ട് അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണം. കാരണം അമ്മ എൻ്റെ ഈ പ്രദേശത്തെ വലിയ ജമ്മിയായിരുന്നു. കാരണം പോത്തനൂർ പള്ളി, ആ പോത്തനൂർ പള്ളി തുടങ്ങുന്നത് ഒരു 19 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു 1043 മുസ്ലിം കുടുംബങ്ങളെ എൻ്റെ അമ്മ യോജിപ്പിക്കുക. അങ്ങനെ അവിടെ ഒരു പള്ളി തുടങ്ങിയ ആ പള്ളി ബഹുമാനും ആരാധനുമായ എന്റെ മൂത്ത സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ശിഹാബ് തങ്ങൾ, അദ്ദേഹം വിട്ടുപോയി. എന്റെ മൂത്ത ഏട്ടനെ പോലെയായിരുന്നു അദ്ദേഹം. വലിയ ബന്ധമായിരുന്നു. ആ പള്ളി ഈയിടെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് 65 ലക്ഷം രൂപയ്ക്ക് പുതുക്കി പണിയുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, ഹരി അവിടെ വരണം, ഞാൻ വരുന്നുണ്ട് നാട്ടിൽ, അവിടെ വരണം. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്മ കൊടുത്ത സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്, ഒരു ഭാഗത്ത് പോയി കണ്ടോളൂ. ഒക്കെ ഞാൻ കണ്ടു. കാരണം നമ്മൾ തമ്മിലുള്ള ആ ബന്ധം, സ്നേഹം,
ആ ബന്ധവും സ്നേഹവും നമുക്ക് ഈ രാജ്യത്ത് എന്ന് നിലനിർത്തണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിലെല്ലാം അടങ്ങി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി ഇന്നലത്തൊക്കെ പത്രത്തിലെ വാർത്തയുണ്ടല്ലോ, അതൊന്നും തുറന്നു പറയാനുള്ള അവസരം ഇപ്പൊ ഇവിടെ ഇല്ല. നമുക്ക് കിട്ടും. അതൊന്നും ഉണ്ടാവരുത്. നമ്മളൊന്നാണ്. നേരത്തെ ബഹുമാന്യം ആരാധനുമായ ആലിക്കുട്ടി മുസ്ലിയാർ ഇവിടെ സൂചിപ്പിച്ച ആ കാര്യങ്ങൾ, ആ പ്രസംഗം ഞാൻ ശരിക്കും കേട്ടുകൊണ്ടിരിക്കുക. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ് ഞാൻ. ആ ചരിത്ര വിദ്യാർത്ഥി, ഹിസ്റ്ററി വിദ്യാർത്ഥിയായ ഞാൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാലിക് ദീനാറും 12 പേരും കപ്പലിറങ്ങി കൊടുങ്ങല്ലൂർ ഒക്കെ പറയാൻ സമയം പിടിക്കും. അന്നു മുതൽക്കുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ തുടക്കം നമുക്ക് ഇനിയും നിലനിർത്തണം. ആ നിലനിർത്താൻ ഈ കോളേജ് ഈ പ്രദേശത്ത് ഉപകരിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക. ഈ പ്രദേശത്ത് വളരണം. കാരണം ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു 1950 കാലഘട്ടം. 1950 ആദ്യമായി ഫറൂഖ് കോളേജ് ഉണ്ടാവുന്നത്. ആ ഫറൂഖ് കോളേജിലെ ആദ്യത്തെ സ്റ്റുഡന്റായിരുന്നു ഇന്നും ജീവിച്ചിരിപ്പുള്ള എന്റെ ജ്യേഷ്ഠൻ. അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചിരുന്ന 2 പേർ മരിച്ചുപോയി. ഒന്ന് സിനിമാ നടനായിരുന്ന മമ്മൂട്ടി, സിനിമാ നടനായിരുന്ന ഉറൂബ്, മറ്റൊന്ന് നമ്മുടെ ഡോക്ടർ CM കുട്ടി. അപ്പൊ ഞാൻ പറയാം, ആ കോളേജിൽ നിന്ന് എത്ര വലിയ കോളേജായി മലബാറിലെ. അവിടെ എല്ലാ സബ്ജക്റ്റും ഉണ്ടെന്ന്. അതുപോലെ ഈ സ്ഥാപനം നമ്മുടെ പ്രദേശത്ത് ഉയർന്നു വരണം, കോളേജുകൾ ഉണ്ടാകണം. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പ്രിയപ്പെട്ട സ്യാബ്ദങ്ങളെ ഓർക്കുക. പ്രിയപ്പെട്ട ബഷീർ വിദ്യാഭ്യാസ മന്ത്രി MA മൗനത്തെ ഇസ്ലാം സ്ഥാപനത്തിൽ ഒരു പരിപാടി നടക്കുക. ആ പരിപാടി നടക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി തങ്ങളോട്. നമുക്ക് മൗനത്തെ ഇസ്ലാം സഭയുടെ നേതൃത്വത്തിൽ ഒരു BEd കോളേജ് തുടങ്ങണം. അവിടെ BEd കോളേജുണ്ട്. ഉടൻ തന്നെ അദ്ദേഹം നമ്മൾ ബഷീറിനോട് പറഞ്ഞു, ബഷീറെ ഹരി പറഞ്ഞത് കേട്ടുവോ? ഞാൻ പറഞ്ഞു, നമ്മുടെ ഇപ്പം എവിടെയില്ല BEd കോളേജ്. ഒരു BEd കോളേജ് മൗനത്തെ ഇസ്ലാം സഭയുടെ പേരിൽ തുടങ്ങണം. പിറ്റേ മാസം തന്നെ അതിനുള്ള നടപടി സ്വീകരിച്ചു. അതുപോലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ പുണ്യഭൂമിയിൽ വെച്ച് ഞാൻ ആവശ്യപ്പെടുകയാണ്, ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം. കാരണം എന്റെ നാട്ടിലെ കുട്ടികൾ പഠിച്ചു വലുതാകണം. ഈ പ്രദേശത്ത്, ഈ രാജ്യത്തെ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന കുട്ടികളുണ്ടായിരുന്നില്ല, ഡോക്ടർമാരുണ്ടായിരുന്നില്ല, എഞ്ചിനീയർമാരുണ്ടായിരുന്നില്ല, സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല, നല്ല അധ്യാപകന്മാരുണ്ടായിരുന്നില്ല. എന്റെ പോത്തനൂരിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എന്റെ ആഗ്രഹമായിരുന്നു ആ കുട്ടികൾ പഠിച്ചു വളരണം. പലരും ഉണ്ട്, ഈ ഇരിക്കുന്ന മുഹമ്മദിന്റെ മോള് ഉൾപ്പെടെ. സന്തോഷത്തോടുകൂടി പറയാൻ ഞാൻ. അങ്ങനെ നിങ്ങൾ എന്റെ പ്രസംഗം കേൾക്കുന്ന എന്റെ സഹോദരന്മാർ, നമുക്ക് ഈ പ്രദേശത്ത് ഒട്ടേറെ പേർ വളർന്നു വരണം. നാളത്തെ ഭാവിക്ക് വേണ്ടി ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസം ഒരു ഘടകം തന്നെയാണ്. വിവേകാനന്ദൻ പറഞ്ഞതെന്താ? വിദ്യാഭ്യാസമുള്ളവൻ വിദ്യാഭ്യാസമില്ലാത്തവനെ പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ രാജദ്രോഹി എന്ന് വിളിക്കും. അതന്നെയാണ് ഖുർആനിലും പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടി ഇവരുടെ പരിശ്രമമായി തുടങ്ങിയ ഈ സ്ഥാപനം നിങ്ങളുടെ സ്ഥാപനമാണ്. ഈ സ്ഥാപനം നന്നായി മുന്നോട്ട് പോകാൻ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ സദസ്സിന് അധ്യക്ഷ ഭാഷണം നടത്തുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായ അഭിവന്ദനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. വളരെ തിരക്ക് പിടിച്ച സമയത്തിനിടയിലാണ് വന്നിരായ തങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മളൊക്കെ അറിഞ്ഞ പോലെ ഡോക്ടർ അംബേദ്കറിന്റെ പേരിലുള്ള ഒരു ദേശീയ അവാർഡ് വന്നിരായ തങ്ങൾക്ക് നാളെ ഏറ്റുവാങ്ങാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മളൊക്കെ ആ സന്തോഷത്തിൽ പങ്കെടുക്കുകയാണ്. ഇനിയും വന്നിരായ തങ്ങളുടെ ആ പവിത്രമായ നേതൃത്വത്തിൽ ഈ സമുദായത്തിന് എല്ലാ അർത്ഥത്തിലും നേതൃത്വം നൽകാനുള്ള കഴിവും തൗഫീക്കും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഈ തിരക്ക് പിടിച്ച സമയത്തിനിടയിലും ഇവിടെ വന്നതിൽ വളരെയധികം ഹൃദയംഗമായി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ ആദരപൂർവ്വം അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
സർവാദരണീയനായ കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബ്ദുറബ്ബ് സാഹിബ് അവர்களെ, പ്രിയപ്പെട്ട മുൻ MP കൂടിയായ ഹരിദാസ് ഏട്ടൻ അവர்களെ, ഈ യോഗത്തിലെ മുഖ്യ പ്രഭാഷകൻ പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് അവர்களെ, സമാദരണീയരായ മരക്കാർ സ്ഥാപകരെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള അഷ്റഫ് ഗോക്കൂർ സാഹിബ്, പ്രിയപ്പെട്ട മൊയ്തീൻ മുസ്ലിയാർ, മറ്റ് ഉലമ പ്രമുഖന്മാരെ, മറാക്കളെ, എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട കാസിം കുഞ്ഞുട്ടി, ആദരണീയനായ ബാവ ഹാജി സാഹിബ്, മറ്റ് നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കുറഞ്ഞ നാളുകൾക്കകം തന്നെ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവുമേറെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ നമ്മുടെ ഈ സ്ഥാപനം നൂറുൽ ഹുദ ഇസ്ലാമിക് കോളേജ് അതിൻ്റെ വളർച്ചയുടെ പാതയിൽ പുതിയ ഒരു അധ്യായം തുന്നിച്ചേർത്തുകൊണ്ട് വളരെ പ്രൗഢ ഗാംഭീര്യം നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ കെട്ടിടം ഇവിടെ ഇന്ന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാർ അടക്കമുള്ള നേതാക്കന്മാർ, VT മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കമുള്ള നേതാക്കൾ, ആദരണീയനായ അബ്ദുറബ്ബ് സാഹിബും പ്രിയപ്പെട്ട ഹരിദാസേട്ടനും ഒക്കെ തന്നെ കാലിക പ്രസക്തമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിലൂടെയാണെങ്കിലും അവർ കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സമദ് സാഹിബിന്റെ പ്രഭാഷണം ഇവിടെ നടക്കാനുമിരിക്കും. അതിനൊക്കെ കാതോർത്ത് നിൽക്കുന്ന നിങ്ങളുടെ സമയം ഒട്ടും തന്നെ കവർന്നെടുക്കുന്നില്ല. നമുക്കറിയാം, ഈ പ്രദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ ശൂന്യമായി കിടന്നൊരു പ്രദേശമായിരുന്നു എന്ന് നമുക്കറിയാം. ഇവിടത്തെ സാമൂഹ്യവും അതുപോലെ തന്നെ ദീനീപരവുമായി ചിന്തിക്കുന്ന ഏതാനും വ്യക്തിത്വങ്ങൾ അവർ മുന്നോട്ട് വന്നുകൊണ്ട് ഇത്തരമൊരു മത, ഭൗതിക, ധാർമ്മിക വിദ്യാഭ്യാസങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനത്തിന് വേണ്ടി ഉള്ള ആലോചനകൾ ഉണ്ടാവുകയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശത്തിന് കീഴിലും അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള സെറ്റപ്പിന്റെ കീഴിലും അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരികയും ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഇന്നത് ഉയർന്നു വന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തന്നെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു വരുന്ന തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ മത കലാലയമായ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ ജൂനിയർ സ്ഥാപനം കൂടി ഇതിന്റെ തണലിൽ ഇവിടെ പ്രവർത്തിച്ചു വരും. അതുപോലെ തന്നെ മറ്റ് ഭൗതിക മേഖലകളിലേക്കും വാതായനം തുറക്കുന്ന വിദ്യാഭ്യാസ സിലബസുകൾ ഇവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അർത്ഥവത്തായ രീതിയിൽ ഈ പ്രദേശത്തിന്റെ ധാർമ്മികവും ഭൗതികവുമായിട്ടുള്ള മേഖലയ്ക്ക് പുതിയ കാഴ്ചപ്പാട് നൽകിക്കൊണ്ട് ഇവിടെ ഇത് ഉയർന്നു വരികയാണല്ലോ. ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇതിനെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യസ്നേഹികൾ ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞ പോലെ ശൂന്യമായി കിടന്നൊരു പ്രദേശത്ത് തരിശുഭൂമിയിൽ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് ഈ സ്ഥാപനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുവാൻ സാധിക്കും. തരിശുഭൂമിയിൽ എങ്ങനെയാണ് സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളൊരു ഉത്തരമായി നമുക്ക് ഈ സ്ഥാപനത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അത് നമ്മുടെ പ്രയത്നങ്ങളിലൂടെയാണ്. സ്വപ്നങ്ങൾ നമ്മുടെ പ്രയത്നങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് പ്രിയങ്കരനായ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറയാറുണ്ട്. അപ്പോൾ ആ സ്വപ്നം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ദീനീ സ്നേഹികളുടെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം അതിനനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അള്ളാഹുവിന്റെ മഹനീയമായ അനുഗ്രഹങ്ങൾ നമുക്ക് അവൻ ചൊരിഞ്ഞു തരികയും അതിന്റെ ഫലമായി സ്വപ്നതുല്യമായ ഈ വലിയ നേട്ടം നമുക്ക് കൈവരിക്കുവാനും സാധിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ സ്ഥാപനത്തിന് സിലബസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, അതുപോലെ തന്നെ മറ്റ് ഇതിന്റെ വളരെ കാഴ്ചപ്പാടോടെയുള്ള വിദ്യാഭ്യാസം.
അത് ഈ പ്രദേശത്തിന് നൽകുക, അതിന്റെ ആ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികൾ നമുക്കിവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുണ്ട്. നമ്മുടെ ആര്യസൂദിക്ക് പോലെയുള്ള വളരെ ഭാവനാസമ്പന്നരായ അധ്യാപക സുഹൃത്തുക്കളുടെ വലിയ സേവനവും ഈ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിലുണ്ട്. ഇതിനെ സഹായിക്കേണ്ടത് ഇൽമിനെ ആദരിക്കുന്ന ഏവരുടെയും കടമയാണ്. പ്രിയപ്പെട്ട ഹരിദാസേട്ടൻ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം അറിവിന്റെ പ്രാധാന്യത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാ മതങ്ങളും അറിവിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തെ അറിവിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. മുനിമാരും മഹർഷിമാരും ദേവന്മാരുമൊക്കെ അങ്ങനെ ചെയ്ത പാരമ്പര്യം ഇന്ത്യക്ക്. അതുപോലെ തന്നെ ഇസ്ലാമിക പാരമ്പര്യം വിജ്ഞാനത്തെ ഇത്രയേറെ പ്രാധാന്യത്തോടെ കാണുന്ന മറ്റ് മതസംഹിതകളില്ല എന്ന് തന്നെ നമുക്ക് അഭിമാനപൂർവ്വം അനുസ്മരിക്കുവാൻ കഴിയും. ഖുർആനും പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇൽമിന്റെ കാര്യത്തിൽ അവര് അനുവർത്തിച്ച മാർഗം. ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ലക്ഷണം എന്നത് അവൻ വിദ്യാഭ്യാസവുമായി യോജിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ്. ഒന്നുകിൽ അവൻ പണ്ഡിതനാവുക, അല്ലെങ്കിൽ അവൻ വിദ്യാർത്ഥിയാവുക, അല്ലെങ്കിൽ ഇൽമിനെ ഇഷ്ടപ്പെടുന്നവനാവുക, അറിവിനെ കേട്ടുകൊണ്ടെങ്കിലും ഇരിക്കുന്നവനാവുക. വലാത്തക്കുൻ ഹാമിസ, അഞ്ചാമതൊന്നാകരുത് എന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു വിശ്വാസിയുടെ ലക്ഷണം അത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളതായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് പരമ്പരാഗതമായി തന്നെ കേരളീയ മുസ്ലിം സമൂഹം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. നമ്മളൊരിക്കലും നിരക്ഷരരോ അതുപോലെ സാക്ഷരത നേടാത്തവരല്ല. മുസ്ലിങ്ങൾ നിരക്ഷരരാണ്, അല്ലെങ്കിൽ അവർ സമ്പൂർണ്ണ സാക്ഷരരല്ല എന്ന് പലരും തെറ്റിദ്ധാരണയുടെ വെളിച്ചത്തിൽ പറയാറുണ്ട്. ഒരുപക്ഷെ അക്കാദമിക് വിദ്യാഭ്യാസ മേഖലയിൽ ചുരുങ്ങിയ കാലത്ത് നമ്മൾ അല്പം അകലം പാലിച്ചു എന്നുള്ളത് കൊണ്ടാകാം മുസ്ലിങ്ങളെ നിരക്ഷരന്മാരായിട്ടും അക്ഷരവിരോധികളായിട്ടുമൊക്കെ ചിലർ ചിത്രീകരിക്കുവാൻ കാരണം. പക്ഷെ യഥാർത്ഥത്തിൽ അവരപ്പോഴും അക്ഷരവിരോധികളായിരുന്നില്ല. അപ്പോഴും അവര് അക്ഷരങ്ങളെ ധ്യാനിക്കുന്നവരായിരുന്നു, അപ്പോഴും അവർ പഠിക്കുന്നവരായിരുന്നു, അപ്പോഴും അവർ വായിക്കുന്നവരായിരുന്നു. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ പോലും വിദ്യാഭ്യാസ പ്രക്രിയകൾ നിരന്തരമായി നടന്നു വന്നിരുന്നു. ആ കാലഘട്ടങ്ങളിലും വൈദേശികാധിപത്യത്തെ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തെ ഹൃദയം കൊണ്ട് എതിർത്തൊരു സമൂഹം അത് രാജ്യസ്നേഹപരമായ നിലപാടിന്റെ പേരിലായിരുന്നു. ആ വൈദേശികർ അവരിവിടെ അനുവർത്തിച്ച വിദ്യാഭ്യാസത്തെ ദേശസ്നേഹത്തിന്റെ പേരിൽ അതിനെ പിന്തുടരാൻ മുസ്ലിങ്ങൾ അല്പകാലത്തേക്ക് തയ്യാറായില്ല. പക്ഷെ അപ്പോഴും അവർ പഠിക്കുകയായിരുന്നു. അവര് വീടിന്റെ അകത്തളങ്ങളിൽ നമ്മുടെ സ്ത്രീകൾ പോലും അപ്പോഴും പഠിക്കുകയായിരുന്നു. ഒരുപക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട സ്ത്രീകളെക്കാളും പഴയ തലമുറയിൽപ്പെട്ട സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായത് അതുകൊണ്ടാണ്. അവരന്നത്തെ ലോക സാഹിത്യം പോലും പഠിച്ചവരായിരുന്നു. അന്നത്തെ ലഭിക്കപ്പെട്ട ലോക സാഹിത്യങ്ങൾ, അറബിയിലും പേർഷ്യയിലും ഒക്കെ രചിക്കപ്പെട്ട ലോക സാഹിത്യങ്ങൾ, അത് വിവർത്തനം ചെയ്ത് അറബി മലയാളത്തിൽ അത് വിവർത്തനം ചെയ്ത കൃതികൾ കേരളത്തിൽ ഇറക്കപ്പെട്ടിരുന്നു. ആ കൃതികൾ വായിക്കാൻ, ആ ഗദ്യമാലകൾ പഠിക്കാൻ, ആ പദ്യമാലകൾ വായിക്കുവാനും പാടുവാനും ആ കാലഘട്ടങ്ങളിലെ മുസ്ലിം സ്ത്രീകൾ പോലും മുന്നോട്ട് വന്നു. അവരതിന് സമയം കണ്ടെത്തി. അവർക്കിഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. കാരണം അന്ന് TV ഉണ്ടായിരുന്നില്ല, അന്ന് മൊബൈൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സമയം ക്രിയാത്മകതയിലേക്ക് പ്രയോജനപ്പെടുത്തുവാൻ ആ തലമുറക്ക് സാധിച്ചു. ഇന്നത്തെ പുതിയ തലമുറ സമയം പാഴാക്കുന്നു. നെറ്റ്വർക്ക് സംവിധാനങ്ങൾ വർദ്ധിച്ചപ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്നതിനേക്കാളേറെ അതിന്റെ വിനോദപരമായിട്ടുള്ള കാര്യങ്ങളിൽ സമയം ചിലവഴിക്കാനാണല്ലോ പുതിയ തലമുറ തയ്യാറാകുന്നത്. സാങ്കേതികവിദ്യ ഇത്രയും വികസിച്ചിട്ടില്ലാത്ത ഒരു കാലത്ത് സമയം മുഴുവനും നേരിന്റെയും നന്മയുടെയും മാർഗത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ
പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തലമുറക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുതന്നെയാണ് നമ്മുടെ ഈ പാരമ്പര്യത്തിന്റെ പ്രത്യേകത എന്നുള്ളത്. കേരളീയ സമൂഹത്തിലെ ഇൽമിന്റെ, വിജ്ഞാനത്തിന്റെ, പാരമ്പര്യത്തിന്റെ പ്രത്യേകതകൾ കടന്നു വന്നത് ആ പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന, വിജ്ഞാനത്തെ സ്നേഹിച്ചിരുന്ന, വിജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തിയിരുന്ന, അക്ഷരത്തെ ധ്യാനിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. നമ്മൾ ഇനിയും അവരിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അവർ പഴമക്കാർ, അവർ പഴഞ്ചന്മാർ എന്ന് പറഞ്ഞ് അവരെ അവഗണിക്കുന്നതിന് പകരം ആ നന്മകളെ വീണ്ടെടുക്കുവാനാണ് പുതിയ തലമുറയും തയ്യാറാകേണ്ടത്. ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും അത് നമ്മുടെ ഉപകാരത്തിന് തന്നെയാണ്. പക്ഷേ ആ ഉപകാരത്തെ കേവലം വിനോദ താൽപര്യങ്ങളിൽ മാത്രം നമ്മൾ കെട്ടിയിടാതെ ക്രിയാത്മകതയിലേക്ക് അവരെ പറിച്ചു നടേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യന്റെ ബുദ്ധിയുടെ സൽഫലമാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും. അത് നന്മയിലേക്ക് കണ്ണു തുറക്കുന്നതായിരിക്കണം. നന്മയിലേക്ക് കണ്ണു തുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ഓരോ ശാസ്ത്രകാരനും അവന്റെ കണ്ടെത്തലുകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ പിന്നീട് അതിനെ ഉപയോഗിക്കുന്ന കേവല മനുഷ്യൻ അതിന്റെ വിനോദപരമായ മാർഗം കാണുന്നു, അതിനെ മാർക്കറ്റ് ചെയ്യുന്നു, അതിന് ലാഭം ഉണ്ടാക്കുന്നു. അതൊരു ലാഭം കിട്ടുന്ന സംഗതിയായി മാറുമ്പോൾ ആ വിനോദങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ശാസ്ത്രത്തിന്റെ യഥാർത്ഥ നന്മകൾ ഇവിടെ അവഗണിക്കപ്പെടുന്നു. അപ്പൊ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും യാഥാർത്ഥ്യങ്ങളെ, ആ യഥാർത്ഥ നന്മകളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രയോജനപ്പെടുത്താൻ പുതിയ തലമുറ കൂടുതൽ പ്രയത്നിക്കേണ്ടതുണ്ട് എന്നാണ് അനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആ രീതിയിൽ നമ്മുടെ വൈജ്ഞാനിക സംരംഭങ്ങളും വൈജ്ഞാനികമായിട്ടുള്ള പുരോഗതിയെയും ആ രീതിയിൽ കണ്ടുകൊണ്ട് നമുക്ക് മുന്നേറണം. ഈ പ്രദേശത്ത് ഇവിടെ ഉയർന്നു വരുന്ന നമ്മുടെ ഈ നൂറുൽ ഹുദ സ്ഥാപനം അത് തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഒരു അത്താണിയായി കണ്ടുകൊണ്ട് അതിനെ വളർത്താനും അതിനെ പ്രയോജനപ്പെടുത്താനും ഈ പ്രദേശത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാ ദീനി സ്നേഹികളും വിജ്ഞാന സ്നേഹികളും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ കൂടിച്ചേരലിനെ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തെ ഉത്തരോത്തരം അവൻ വളർച്ചയിലേക്ക് നയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ അബ്ദുസ്സമദ് സാഹിബ് കോട്ടൂർ പ്രസംഗിക്കാനിരിക്കുകയാണ്. അതിന്റെ മുമ്പ് കുറഞ്ഞ വാക്കുകളിൽ ആശംസ പ്രഭാഷണം നടത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറ അംഗം ആദരണീയനായ ഉസ്താദ് ഷെയ്ഖുന മലക്കാർ ഫൈസി വാണിയന്നൂർ ഉസ്താദ് അവർകളെ അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ സാദാത്തുക്കളെ, നേതാക്കളെ, ബാല്യ ശ്രോതാക്കളെ, വളരെയധികം സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. ജാമിയ നൂരിയ എന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിലെ സന്തതികളെ സംബന്ധിച്ച് നമ്മളൊന്ന് വിലയിരുത്തിയാൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പരിശുദ്ധമായ ദീനിന്റെ ദഅവത്ത് നടത്തുന്ന ഉന്നത പദവികളിലൊക്കെ നിലകൊള്ളുന്ന ഒരു വിഭാഗമാണ് ജാമിയയുടെ സന്തതികൾ. അത് ആ യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാം. ദീനീ ദഅവത്തിന്റെ നേതൃനിലയിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ജാമിയയുടെ സന്തതികളായ ഫൈസിമാർ. ഒരു കാലഘട്ടത്തിൽ കിതാബുകളിലൂടെ മാത്രം എല്ലാ അറിവുകളും നേടാൻ സാധിക്കുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാവിധ അറിവുകളും സംയോജിപ്പിച്ച് കിതാബുകളിൽ കൂടെ നൽകപ്പെടുന്ന, പഠിക്കപ്പെടുന്ന ഒരു സാഹചര്യം മുൻകാലത്തുണ്ടായിരുന്നു. അതല്പമായി കുറഞ്ഞു വരുമ്പോൾ കിതാബുകൾ പഠിക്കുന്ന കൂട്ടത്തിൽ ആ വിധത്തിലുള്ള
അറിവുകൾ നേടാൻ സമയമില്ലാത്തയും ആഗ്രഹമില്ലാത്തയും ഒരവസ്ഥ വന്നപ്പോൾ ആ കിതാബുകൾ ഓതുന്നതിനോടുകൂടി തന്നെ ബൗദ്ധിക വിദ്യാഭ്യാസവും കൂടി നൽകി അങ്ങനെ സമന്വയിപ്പിച്ച് കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു സാഹചര്യം നിർബന്ധിതാവസ്ഥയിൽ വന്നു. ജാമിഅ നൂരിയയിലെ സന്തതികളെ ഉന്നത പദവിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹത്തായ മഹാന്മാരായ സന്തതികളെ വാർത്തെടുക്കുമ്പോൾ മുൻകാലത്തുള്ളവരെ പോലെ പ്രാപ്തരായ ആളുകളെ വാർത്തെടുത്തുകൊണ്ട് ശരിക്ക് ആ പൈതൃകം നിലനിർത്തണമെന്ന് മനസ്സിലാക്കി ദീർഘദൃഷ്ടിയുള്ള നമ്മുടെ ഉസ്താദന്മാർ സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ് ജൂനിയർ കോളേജ് എന്ന് നമ്മൾ അറിയുന്നത്. ഇവിടുത്തെ ഈ സമസ്തയുടെ കോർഡിനേഷൻ കമ്മിറ്റി അങ്ങനെയുള്ളൊരു ജൂനിയർ കോളേജാണ് ആദ്യമായി തുടങ്ങുന്നത്. നിരവധി പ്രവർത്തനങ്ങൾ ഇതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ടെങ്കിലും ആദ്യം തുടങ്ങുന്നത് ജൂനിയർ കോളേജാണ്. 7ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ പഠിച്ച നമ്മുടെ കുട്ടികൾ ഇതിൽ വന്ന് ചേർന്നാൽ ശരിക്ക് നല്ല പോലെ തഹഖീഖായി കിതാബോധനോടുകൂടി അവർക്ക് സ്കൂളിൽ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പഠിച്ച് അതിനുശേഷം +1 +2 ഒക്കെ പഠിച്ച് ഡിഗ്രി PG ഒക്കെ പഠിച്ച് മുത്തവ്വൽ തഹ്സീലാകാൻ ജാമിയയിൽ പോയി അങ്ങനെ 2 വിദ്യാഭ്യാസങ്ങളും നേടി മുൻകാലത്തെ പൈസിമാരെ പോലെ തന്നെ ദീനീ ദഅവത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള പൈസിമാരെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ് ജൂനിയർ കോളേജ്. ഇക്കാര്യം മനസ്സിലാക്കി ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നിരവധി വൈജ്ഞാനികവും അല്ലാത്തതുമായ പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരും ചെയ്ത് ഈ നൂറുൽ ഹുദ ഹിദായത്തിന്റെ ലൈറ്റ് എന്ന ലൈറ്റാക്കി ഈ പ്രദേശത്ത് ഇതിനെ മാറ്റണമെന്ന്, ഇതിനെ നിലനിർത്തണമെന്ന് ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളോടും വിനയത്തോടുകൂടെ അപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ തുടങ്ങിവെച്ച ഈ മഹത്തായ സ്ഥാപനം അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായി ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിനുവേണ്ടി അധ്വാനിച്ചവർക്കൊക്കെ പടച്ച തമ്പുരാൻ മതിയായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്ത്